നല്ല തണുപ്പുള്ള ദിവസമാണല്ലേ? പലരും പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും. തണുപ്പുള്ള ദിവസം ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ചെലവഴിക്കാന്ന് വെച്ചാൽ അത്രയും സുഖമുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നു. ഞാനൊരു 8 മണിക്ക് പോയിട്ട് ഒരു 11 മണി വരെ അവിടെ ചെലവഴിച്ചു. അവിടെ ഒരു ആൽമരമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ അത്രയും നേരം ഇരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു അനുഭവം വായിക്കാൻ നോക്കുമ്പോൾ നല്ലൊരു സുഖമുള്ള അനുഭവമാണ്. അച്ഛനും മകളും തമ്മിലുള്ളൊരു മനോഹരമായ ബന്ധത്തിൻ്റെ ചെറിയൊരു കുറിപ്പാണ്. നിങ്ങൾക്ക് കേൾക്കാം. മിനിയേച്ചിയാണ് അയച്ചു തന്നിട്ടുള്ളത് ആറ്റിങ്ങൽ നിന്നേ. സർ, എൻ്റെ അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഞങ്ങൾ ഭഗവാനെ കാണാൻ വന്നിരുന്നു. അന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴുത് നിന്ന അച്ഛൻ്റെ കൈമടക്കിൽ ഒരു 50 പൈസ നാണയം വന്നു വീണു. അച്ഛൻ അത് നിധി പോലെ കൊണ്ടു നടന്നു. പിന്നീട് അങ്ങോട്ട് പൈസയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2024 നവംബർ 20 അച്ഛൻ വീണ് കിടപ്പിലായി. 25 ഓഗസ്റ്റ് മാസം എന്നോട് ഗുരുവായൂർ പോയിട്ട് വരാൻ അച്ഛൻ പറഞ്ഞു. കൃത്യം 16-ന് അച്ഛൻ ഏകാദശി ദിവസം വളരെ ശാന്തനായി വിഷ്ണുപദം പൂകി. അതല്ല കഥ. അച്ഛൻ്റെ മരണശേഷം ഞാൻ ഭഗവാനെ കാണാൻ വന്നിരുന്നു. അന്നത്തെ അനുഭവം സാറ് വായിച്ചിരുന്നു. അസുഖക്കാരിയായി അണിഞ്ഞൊരുങ്ങിപ്പോയ എന്നെ ഭഗവാൻ ചേർത്ത് പിടിച്ച കഥ. അന്ന് ഗുരുവായൂർ വരാൻ ഉണ്ടായ കാരണമാണ് കഥ. ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കാണാറില്ല. അച്ഛൻ മരിച്ച് ചടങ്ങുകൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ശ്രീകോവിലിനുള്ളിൽ പശുക്കിടാവുമായി പൊന്നുണ്ണി എന്നെ നോക്കി ചിരിക്കുന്നു. രാവിലെ അമ്മയോട് പറഞ്ഞപ്പോൾ ഭഗവാനെ ഓർത്ത് കിടന്നിട്ടാണെന്ന് പറഞ്ഞു. ഒരു 11 മണിക്ക് എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ അതേ ഫോട്ടോ. എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ അപ്പോൾ ഉണ്ടായതെന്നറിയില്ല. 41-ൻ്റെ പുല കഴിഞ്ഞ് ഉടൻ ഞാൻ വന്നു കണ്ണൻ്റെ അടുത്ത്. അന്ന് 5 മിനിറ്റോളം ഉണ്ണി എന്നെ ചേർത്തു നിർത്തി. എൻ്റെ കണ്ണ, പൊന്നുണ്ണി, നീയാണ് എൻ്റെ ഊർജം, കാത്തോളനെ. എന്ത് സുഖാണല്ലേ അനുഭവം കേൾക്കാൻ. ഒന്നും പറയാനില്ല. വളരെ നിർമ്മലമായിട്ടുള്ള ഒരു അനുഭവം മിനിയേച്ചി അയച്ചു തന്നാണ്. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. യൂട്യൂബിലെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കൃഷ്ണവിഗ്രഹവും എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട് സമ്മാനമായിട്ട്. ഹരേ കൃഷ്ണ.